ഈ ഒരു മിക്സർ കണ്ടോ? ഇത് ABL Pro എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്ന ഒരു 4 ചാനൽ മിക്സറാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നതും നമ്മൾ ഏറ്റവും അധികം വിറ്റിട്ടുള്ളതുമായിട്ടുള്ള ഒരു മിക്സറാണിത്. അപ്പോൾ ഇത് നമ്മൾ വിൽക്കുന്നതിന് മുമ്പ് തന്നെ ഓൺലൈൻ വഴിയൊക്കെ ആൾക്കാർ ഈ സെയിം രീതിയിലിരിക്കുന്ന മിക്സറുകൾ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ കമ്പനി വ്യത്യാസമായിരിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുള്ളത് ABL Pro എന്ന് പറയുന്ന കമ്പനിയുടെ ഉണ്ട്. പിന്നെ E-Star എന്ന് പറയുന്ന കമ്പനിയുടെ സാധനമാണ്. നമുക്ക് ഇതേ ഷേപ്പിൽ, ഇതേ വലിപ്പത്തിൽ, ഇതേ കൺട്രോൾസ് എല്ലാം ഒരേപോലെ ഇരിക്കുന്ന 2 കമ്പനി മിക്സറുകളാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയിട്ടുള്ള മിക്സറുകൾ. അപ്പോൾ ഓൺലൈനിലൊക്കെ തന്നെ ഈ സെയിം ഷേപ്പിലുള്ള സെയിം കൺട്രോൾസൊക്കെ ഉള്ള ഇതേപോലെ തന്നെ ഇരിക്കുന്ന മിക്സറുകൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതേപോലത്തെ മിക്സറുകൾ കുറേ ആൾക്കാർ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ മിക്സറിൽ ചെയ്ത് നോക്കുമ്പോൾ പലതും നമ്മൾ പറയുന്ന കാര്യമായിട്ട് പൊരുത്തപ്പെടാതെ വരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ വിളിച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ മിക്സറുകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇവർ പറയുന്ന കമ്പനിയുടെ മിക്സറുകൾ ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ അതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അത് എടുക്കാതിരുന്നതിൻ്റെ കാര്യം അതിൽ അവിടെ കമ്പനി പേരുണ്ട്. ആ കമ്പനി പേര് വെച്ചിട്ട് നമുക്ക് ആ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ കാരണം എന്നാണെന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും അവർ ചെയ്ത് നോക്കുമ്പോൾ ശരിയാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കാനാണ് ഞാൻ മിക്സർ ഓർഡർ ചെയ്തിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കിയത്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ മിക്സറിൻ്റെ കോപ്പി മിക്സറുകളാണത്. അതിനെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ കമ്പനി പേര് വേറെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ കോപ്പി സാധനമാണ് വന്നിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് അതിൻ്റെ കമ്പനി പേര് കൂടി ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം കമ്പനി എനിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് ആ കമ്പനിയുടെ പേര് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്കിത് കോപ്പി ആണോ അതോ ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കൺട്രോൾസിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു ഇളം പച്ച നിറത്തിലുള്ള കൺട്രോൾസാണ് ഈ മിക്സറിൽ വന്നിരിക്കുന്നത്. E-Starൻ്റെ മിക്സറിലും ഈ സെയിം കൺട്രോൾസാണ് വന്നിരിക്കുന്നത്, സെയിം കളറും ആയിരിക്കും. പക്ഷേ ഈ കോപ്പി മിക്സർ എന്ന് പറയുന്ന മിക്സറിൽ ഈ കൺട്രോൾസൊക്കെ തന്നെ പച്ച കളറിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ കമ്പനി പേര് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഈ കൺട്രോൾസൊക്കെ, അതായത് ഈ ഹൈ മിഡ് ലോ കൺട്രോൾസ് വരുന്നത് പച്ച കളറിലാണ് വന്നേക്കുന്നത്. അതേപോലെ ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ മിക്സർ ഞാനിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഇവിടെ നമുക്കിതിൻ്റെ എഫക്ട്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള DSP പ്ലസ് മൈനസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ മൈനസിൽ ഞെക്കി പിടിക്കുകയാണ്. ഇതിപ്പം പുറകോട്ടാണ് പോകേണ്ടത്. ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പുറകോട്ട് പോകും. ഇങ്ങനെ പുറകോട്ട് പോയി 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ 99 മുതൽ പുറകോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി നമ്മൾ ഇപ്പുറത്തെ പ്ലസ് പിടിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 99 വന്നിട്ട് പിന്നെ 1 മുതൽ മുകളിലോട്ട് വരും. നോക്കിക്കോണം, 99, 1, 2 ഇങ്ങനെ വരും. ഈ കോപ്പി മിക്സറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലിങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇത് പുറകോട്ട് വന്ന് 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പുറകോട്ട് പോകത്തില്ല. അതായത് 2 0 ഇവിടെ വരും. വന്നതിന് ശേഷം പിന്നെ നമുക്ക് 99, 98, 97 അങ്ങനെ ഇത് പോകത്തില്ല. ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ 2 0 വന്നിട്ടുണ്ട്. ഇനി ഞാൻ മൈനസ് ഞെക്കിക്കഴിഞ്ഞാൽ ഇത് പുറകോട്ടായിരിക്കും പോകുന്നത്. കണ്ടോ, 99, 98 എന്ന് പറഞ്ഞു വരും. ഈ പ്ലസ്സിൽ ഞെക്കിക്കഴിഞ്ഞാൽ 99 കഴിഞ്ഞിട്ട് 1, 2 അങ്ങനെ മുമ്പോട്ട് വരും. 99 വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ഞെക്കിക്കഴിഞ്ഞാൽ ഈ മിക്സറിൽ 1, 2 എന്ന് പറഞ്ഞ് വരുമെങ്കിൽ മറ്റേ മിക്സറിൽ അങ്ങനെ മുമ്പോട്ട് പോകത്തില്ല. അത് നമ്മൾ ഈ മൈനസിൽ ഞെക്കി പുറകോട്ട് മാത്രമേ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മിക്സർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പ്രശ്നം ആ മിക്സറിനുണ്ടെന്നുണ്ടെങ്കിൽ ആ മിക്സർ ഒരു കോപ്പി മിക്സറായിരിക്കും. പിന്നെ അതിൻ്റെ പ്രശ്നം നമ്മൾ ഈ USB വഴിയുള്ള റെക്കോർഡിങ്, ആ റെക്കോർഡിങ് ക്വാളിറ്റി വളരെ മോശമാണ്. ഇത് നല്ല ബെറ്ററായിട്ട് കിട്ടുന്നതാണ്. ഇതും E-Starഉം നല്ല ബെറ്ററായിട്ട് കിട്ടും. പക്ഷേ മറ്റേതിലാണെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡിങ് ക്വാളിറ്റി വളരെ മോശമാണ്. അങ്ങനെ 2-3 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് അതിൽ ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴി എങ്ങനെയായാലും മേടിച്ച സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുമ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു കോപ്പി മിക്സറാണ്. അതിന് ഈ മിക്സറിൽ കിട്ടുന്ന ഒരു പെർഫോമൻസ് അതിലൊരിക്കലും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ ഇത് കണ്ടിട്ട് മേടിക്കാനിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ
കൃത്യമായിട്ട് നിങ്ങൾ അത് ഏത് കമ്പനിയുടെ സാധനമാണെന്ന് നോക്കി വാങ്ങിക്കുക. ഇ സ്റ്റാർ വേണമെങ്കിലും മേടിക്കാം. ABL Pro ഓൺലൈനിൽ കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇ സ്റ്റാറിൻ്റെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇ സ്റ്റാറിൻ്റെ നല്ല സാധനമാണോ നോക്കി കസ്റ്റമർ റിവ്യൂസൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. ഇനി നമ്മുടെ കയ്യിൽ നിന്നാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ സാധനമുണ്ട്. ABL Proയും ഉണ്ട്, ഇ സ്റ്റാറും ഉണ്ട്. രണ്ടും സെയിം സാധനമാണ്. കമ്പനി മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. വേറൊരു വ്യത്യാസവും ഈ രണ്ട് മിക്സറുകളും തമ്മിലില്ല. എല്ലാം പെർഫോമൻസ് എല്ലാം പക്കയാണ്. ബെറ്റർ പെർഫോമൻസ് ആണ്. യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. 4500 രൂപയാണ് ഈ മിക്സറിന് വില വരുന്നത്. കൊറിയർ ചാർജ് നിങ്ങളുടെ സ്ഥലം അനുസരിച്ചിട്ട് സെപ്പറേറ്റ് വരും. ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ മിക്സറുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ് എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഈ മിക്സറല്ല, മറ്റ് പലതരത്തിലുള്ള മിക്സറുകളുടെ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ചാനൽ കയറി പരിശോധിക്കാം. അതല്ല, നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.